ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാനാണ് ഇതിങ്ങനെ ഓവൽ കണക്ക് വെച്ചേക്കുന്നത് അല്ലോ. ഈ ഒരു ടൈൽ ടൈഡി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മൾഗാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മൾഗാർഡ് സെറ്റ് ചെയ്യാനെ പറ്റി ജസ്റ്റ് ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് തന്നായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ മൾഗാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇത് NSൻ്റെ മൾഗാർഡാണ്. ഇത്തിരി പഴയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചതല്ല, എൻ്റെ മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിരുന്ന മൾഗാർഡാണ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അന്ന് സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിങ്ങാമ്പിൽ ജസ്റ്റ് ഒന്ന് വെൽഡ് കണക്ക് വെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ക്ലാമ്പ് വെച്ച് അതിനകത്ത് ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തായാലും വെൽഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തൊള്ളിട്ട് കയറി. അപ്പോൾ അതുകൊണ്ടാണ് മൾഗാർഡ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വെൽഡ് ചെയ്യാതെ എങ്ങനെ സിങ്ങാമ്പിൽ സെറ്റ് ചെയ്ത് നമുക്ക് മൾഗാർഡ് വയ്ക്കുന്ന വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ കേസ് നമ്മളിപ്പോൾ വെൽഡിങ് ഷോപ്പ് എത്തി, വേക്കിയുള്ള വെൽഡിങ് ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടുത്തെ പുള്ളിക്കാരന് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് വെൽഡ് ചെയ്യാതെ അതിൻ്റെ അത് സെറ്റപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് അപ്പോൾ പുള്ളിക്കാരകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെൽഡ് ചെയ്യാൻ മെഷീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്ലാമ്പ് കണക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓവൽ കണക്ക് കൊടുത്തിട്ട് നമുക്ക് ആക്സിലിൻ്റെ ബുഷ് ടൈറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ബേക്കിൽ ഭാഗം നമ്മൾ ഇവിടെ യു കണക്ക് അടിച്ചിട്ട് ബേക്കിലും ടൈറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈഡിലാണ് ഈ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാനാണ് ഇതിങ്ങനെ ഓവൽ കണക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ കേസ് നമ്മൾ മൾഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് പെയിൻറ്റൊക്കെ അടിക്കണം. കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പെയിൻറ്റൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറി ഇവിടെ നിന്ന് ഇനി നേരെ വീട്ടിൽ പോയിട്ട് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ കേസ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം മൾഗാർഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇത് പുതിയ മൾഗാർഡല്ല, പഴയതാണ്. ഏകദേശം 2 വർഷത്തോളം ആവും ഈ മൾഗാർഡ് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ കുറച്ച് തുരുമ്പളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ നല്ലോണം കാണിച്ച് തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെയിൻറ്റ് അടിക്കാണ്ട്. അതുകൊണ്ട് പെയിൻറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഫിറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പെയിൻറ്റ് അടിച്ച് ലെവലാക്കി സെറ്റാക്കി എടുക്കാം ഞാൻ. അപ്പോൾ ഗൈസ് നമ്മൾ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഭാഗത്തൊന്ന് മങ്ങിയാണ് ഇരുന്നത്. പിന്നെ നമ്മൾ ഈ വെൽഡ് ചെയ്ത ഭാഗവും ഇതൊക്കെ ഞാൻ അങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയ്ക്ക് അവസാനം ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വൃത്തിയായി കാണിക്കുന്നത് കാണിച്ചാൽ അതാണ് ഗൈസ് നമ്മുടെ മൾഗാർഡൊക്കെ പെയിൻറ്റ് അടിച്ച് സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ബേക്കിലൊരു സംഭവം ഇങ്ങനെ താത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ആക്സിൽ കയറാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ഓവലണക്ക് എടുത്തിട്ടുണ്ട്. ഈ ക്ലാമ്പ് അടിച്ചിരിക്കുന്ന ഈ ഒരു നമ്മളെ ചെയിൻ ടൈറ്റ് ചെയ്യണ ഞെട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ബേക്കെടുത്തത്. ഇതൊരു ബാലൻസിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബേക്കിലത്തെ ബുഷ് കയറ്റിയിട്ട് ഫ്രണ്ടിൽ ആക്സിൽ നമ്മൾ ഈ ബോൾട്ട് ഇടണം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധനം ഇപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ മൾഗാർഡ് ഉണ്ട് കറക്റ്റ് ലെവലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയിൻ ടൈറ്റ് ചെയ്യണം, ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത് ടൈറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയിൻ ടൈറ്റിങ്ങിൻ്റെ അളവ് തെറ്റിപ്പോകും. എന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഈ ഒരു പട്ട ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയിൻ ടൈറ്റിന് അളവ് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇപ്പം ഒരു അളവ് വെച്ച് ഞാൻ ടൈറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് അവരുടെ അടുത്ത് ടൈറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാലും മതി. ഇപ്പോൾ ബേക്കിലത്തെ പുഷ് വേണ്ട, നേരത്തെ പഴയിട്ട് നമുക്ക് ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യണം.
എനിക്ക് മൾഗാർഡ് കയറ്റുന്നതിൻ്റെ കൂടെ അത്ര താല്പര്യമുള്ള ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകാൻ എനിക്ക് വലിയ സീനില്ല. പുറകിലേക്ക് ആളൊക്കെ അവരെ ചീത്തോട് ഞാനാണ് കേൾക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൾഗാർഡ് ഞാൻ കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് മൾഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, സംഭവം പൊളിച്ചില്ലേ? നൈസായില്ലേ? കൊള്ളാമല്ലേ? ലുക്കും അത്യാവശ്യം ബോറില്ലാത്തൊരു ലുക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചതുകൊണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരു ഐഡിയ കൊണ്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ഈർക്കിലെടുക്കണം കേട്ടോ. ഈർക്കിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഈ എൻഡ് വരെ അളക്കണം. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അളന്നിട്ട് അതിങ്ങനെ കൈ വയ്ക്കണം. അത് വിട്ടു പോകില്ല. ജസ്റ്റ് ഒന്ന് ഒടിച്ച് വെച്ചാലും മതി. ഓക്കെ, അതൊന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഇതിൻ്റെ എൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ വേണ്ട എനിക്ക് ഇത്രയും കൂടെ ഇനി ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് തെറ്റിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ എൻഡ് നമുക്ക് ഇത്രയും കൂടെ വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു മൾഗാർഡിന് ഈ ഒരു പീസിന് ഇവിടെ ഒരു കവറിങ് വരും. അപ്പോൾ അതൊന്നുമില്ല, ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരു പുതിയ മൾഗാർഡല്ല. അതുകൊണ്ടായിരിക്കും വലിയ ലുക്ക് നിങ്ങൾക്ക് തോന്നിക്കാത്ത. അല്ലെങ്കിൽ ഈ മൾഗാർഡ് നമുക്ക് എൻ്റെക്ക് ഈ 220 വെക്കുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഈ ഒരു മഴയുള്ള സീസണിൽ നമ്മൾ ഈ മൾഗാർഡ് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളെ ഓട്ടിക്കുന്ന ആളെ പുറത്ത് വരെ മുഖത്ത് ചെളി അടിക്കാൻ ചാൻസ് ഉണ്ട്. ബേക്കിക്കുന്ന ആളാരെയും പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു ടൈൽറ്റടി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. മാത്രമല്ല, ഈ ഒരു സിങ്ങാമ്പി വെൽഡ് ചെയ്തിട്ടുള്ള പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിങ്ങാമ്പി വെൽഡ് ചെയ്ത് പിന്നെ അത് ഇളക്കാൻ നേരത്ത് ആ ഒരു ഭാഗത്തൊരു വെൽഡിങ്ങിൻ്റെ അടയാളവും പിന്നെ ഒരു വൃത്തികേടും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗാർഡാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഈ ഒരു മൾഗാർഡ് ഊരി കളഞ്ഞാൽ അവിടെ മുമ്പ് NSൻ്റെ മൾഗാർഡ് വച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വെൽഡിങ്ങിൻ്റെ ഐഡിയ ഒക്കെ നിങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതിന് വലിയ പാടൊന്നും വെൽഡിങ് ചെയ്ത വീഡിയോ ഞാൻ എന്തായാലും എടുക്കാത്തത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെൽഡ് ചെയ്ത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവത്തില്ല. ഇങ്ങനെയൊന്ന് കാണിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓവലാണ് ഇടണം, ബേക്കിലത്തെ ഭാഗത്ത് ടൈറ്റ് ചെയ്യണം. അങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയച്ചാലും മതി. മാത്രമല്ല എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തേക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു വെച്ചാലും മതി. നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ചെയിൻ ടൈറ്റിൻ്റെ കാര്യം, അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചെയിൻ ടൈറ്റ് ഒരേ അളവായില്ലെങ്കിൽ നമ്മൾ ചെയിൻ പോക്കറ്റ് പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ പോക്കറ്റിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നല്ലോണം ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ലുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. സ്പീഡ് നോക്കിയോ, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ജസ്റ്റ് ഒന്ന് ഈ മൾഗാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു. വീഡിയോ